സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ പ്രഖ്യാപിച്ച നിരാഹാര സമരം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്നലെ സംസ്ഥാന സർക്കാരുമായി നടന്ന ചർച്ചകളിൽ തീരുമാനമാകാതെ വന്നതോടെയാണ് ആശാ വർക്കർമാർ നിരാഹാര സമരത്തിനൊരുങ്ങിയത്. സമരത്തെ പിന്തുണച്ച് ഇന്നും UDF നേതാക്കൾ സമരപ്പന്തൽ സന്ദർശിച്ചു. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 39ാം ദിവസം പിന്നിട്ടു. ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ നിരന്തരമായ അവഗണനയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാർ നിരാഹാര സമരം ആരംഭിച്ചു. ബിന്ദു, തങ്കമണി, ഷീജ എന്നിവർ ആദ്യഘട്ട നിരാഹാര സമരമിരുന്നു. സമരത്തിന് പിന്തുണ അർപ്പിച്ച് രമേശ് ചെന്നിത്തല, VM സുധീരൻ, ചാണ്ടിയുമ്മൻ അടക്കമുള്ള UDF MLA-മാരും പ്രവർത്തകരും സമരപ്പന്തലിലെത്തി. DHS-ഉം ആരോഗ്യമന്ത്രിയുമായി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നു മുതൽ നിരാഹാര സമരം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി ആശാ വർക്കർമാരെയും കേരള ജനതയെയും പറ്റിക്കുകയായിരുന്നുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിൽ കാണാൻ സമയം കിട്ടിയില്ല എന്നും ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയതെന്നും ആശാ വർക്കേഴ്സ് സമരസമിതി നേതാവ് മിനി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുമായിരുന്നു. രാവിലെ മുതൽ നമ്മളോടെല്ലാവരോടും ചോദിച്ചെന്താണ്, നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും വാങ്ങിയാൽ അത് നിങ്ങളുടെ ഓണററി വർധനവിന് ഉപകാരപ്പെടുമെന്നൊക്കെയായിരുന്നു എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു വരുന്നു. ആരോഗ്യമന്ത്രി പോയത് അതിനല്ല, മറിച്ച് കേരളത്തിലെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമരം തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്നലെ ചർച്ചയിലും ഏതൊക്കെ ഔദ്യോഗിക രേഖകളുണ്ടോ അതെല്ലാം നമ്മൾ കാണിക്കുമ്പോൾ പറയുന്നത് ഇത് നടപ്പിലാക്കിയിട്ടില്ല. ബംഗാളിൽ 5 ലക്ഷം രൂപ കൊടുക്കുന്നു, അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല. സിക്കിമിൽ 10,000 രൂപ കൊടുക്കുന്നു, അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തിനൊക്കെ ഔദ്യോഗിക ഉത്തരവുണ്ടോ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ പ്രകടന പത്രികയിൽ 700 രൂപ ആശാ വർക്കർമാർക്ക് അടക്കം നൽകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രകടന പത്രിക ശരിക്കും വായിക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. ഇങ്ങനെ രേഖാമൂലം അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെല്ലാം നമുക്കുണ്ടായ തെറ്റിദ്ധാരണയാണ്. സമരസമിതി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കുകയും രേഖകളില്ലാത്ത വസ്തുതകളില്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ചെയ്തിരിക്കുന്നു. സമരം അവസാനിപ്പിച്ചു പോകാൻ സർക്കാർ പറയുന്നതല്ലാതെ ആശാ വർക്കർമാരുടെ പ്രശ്നത്തോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് മുൻ മന്ത്രിയും മുൻ KPCC അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നമുക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാക്കും എന്നത്. പക്ഷേ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിങ്ങളുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴാണ് ചർച്ച തികച്ചും ഒരു പ്രഹസനമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത്. മന്ത്രി നിങ്ങളോട് സമരം അവസാനിപ്പിച്ച് പോകാൻ പറയുന്നതല്ലാതെ സമരക്കാരായ നിങ്ങൾ ഉന്നയിക്കുന്ന ആശാ വർക്കർമാർ, കേരളത്തിലെ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തോടും അനുഭാവപൂർവമായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ എന്തിനാണ് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്ന് അവർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പൊ ഇത്രയും വലിയ ഒരു പ്രഹസനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തികച്ചും അനുചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രി ഡൽഹിയിൽ പോയിരിക്കുന്നത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് നേരെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു എന്നും അറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏറ്റവും തെറ്റായ സമീപനമാണ്. തൊഴിലാളികളോട് ഒരു അനുഭാവം പ്രകടിപ്പിക്കാതെ തൊഴിലാളി സമരങ്ങളോട് തികഞ്ഞ അവഹേളനമാണ് ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.